കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ഈ സെഷനിൽ നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ പകലും രാത്രിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർച്ചയായിട്ട് ഈ 2 ദിവസം നമ്മൾ സംസാരിച്ചത് ഒരു വിഷയം കേന്ദ്രീകരിച്ച. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഉപവാസത്തിന് മുമ്പേ പ്രാർത്ഥിച്ചു. ഇന്ന് ഉപവാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എന്താണ് ജനത്തോട് പറയേണ്ടത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തരുന്ന നിയോഗങ്ങൾ ദൈവമുമ്പാകെ വെച്ച് പ്രാർത്ഥിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ സന്ദേശമൊക്കെ തയ്യാറാക്കിയത്. നമ്മളെന്താ നമ്മുടെ ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത് എന്താ? ഇന്നലെ രാവിലെ നാം സംസാരിച്ചത് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനൊരു ചട്ടവും പ്രമാണവും ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് വെളിയിലൂടെ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് ആ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. നമ്മുടെ സൗകര്യമനുസരിച്ച് ചെയ്യേണ്ടതല്ല ദൈവിക കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവത്തിന് ക്രമമുണ്ട്, ദൈവത്തിന് നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അതുപോലെ ഫോളോ ചെയ്യണം, അത് അതുപോലെ അനുസരിക്കണം. അപ്പോഴേ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത്, നാം ദൈവത്തിൻ്റെ ക്രമം മനസ്സിലാക്കി, ദൈവത്തോട് അടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, ദൈവാനുഗ്രഹം പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും പറ്റുന്നൊരു അപകടമാണ്, പരാജയമാണ്. ആ കാര്യത്തിൽ തുടരത്തില്ല. ഒരാവേശത്തിൽ തുടങ്ങും. പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം മനസ്സിലായി, ഉപവസിക്കണമെന്ന് മനസ്സിലായി, വചനം ധ്യാനിക്കണമെന്ന് മനസ്സിലായി, കരയണമെന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിന്നു പോകും, ചൂട് കുറയും. നമ്മുടെ ആത്മീകമായ ആ ഒരു അഗ്നി കെട്ടുപോകും, വീണ്ടും ചാരം മൂടിയ അവസ്ഥയായിട്ട് മാറും. എന്താ പ്രശ്നം? ഒരു കാര്യം തുടങ്ങുന്നതിനകത്തല്ല, അത് തുടരുന്നതിനകത്താണ് അനുഗ്രഹം. ഇന്നലെ ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിയോഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാരംഭിച്ച് അത് ദൈവത്തിന് ചിലത് പ്രാപിക്കുന്നത് വരെയും അത് തുടരാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നാൽ ആ വിഷയത്തിന് മറുപടി ലഭിക്കുന്നത് വരെ അതേ കരുത്തോടെ കൃപയോടെ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു, പിശാച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെയല്ല പോരാടുന്നത്. സ്തോത്രം. പിശാച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വിരോധമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. പിന്നെ എന്തിനാ പിശാച് പോരാടുന്നത്? നീ പ്രാർത്ഥനയിൽ തുടരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വല്ലപ്പോഴുമൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പിശാചിനൊരു പ്രശ്നമില്ല. പക്ഷെ നീ തുടരരുത്. എന്നും നീ പ്രാർത്ഥനാ മുറിയിൽ കയറരുത്. എന്നും നീ അതേ എരിവോടെ നിൽക്കരുത്. എന്നും നിന്റെ കണ്ണ് നിറയരുത്. എന്നും ദൈവസന്നിധിയിൽ നിലവിളിക്കരുത്. വല്ലപ്പോഴൊക്കെ ആയിക്കോ, കുഴപ്പമില്ല. അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നത് അവൻ ആ പ്രാർത്ഥനയിൽ തുടരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മാർഗം മനസ്സിലാക്കിയാൽ അതിൽ വിജയിക്കുന്നത് വരെ തുടരണം. വല്ലപ്പോഴും മോനെ കൈയടിക്കുന്നതിനോ പാടുന്നതിനോ ഒന്നും പിശാചിന് പ്രശ്നമല്ല. പക്ഷെ നീ ഏത് ആരാധനയെ പോയിരുന്നാലും നീ ആത്മാവിൽ ആരാധിക്കുന്നവളാണെങ്കിൽ പിശാച് പറയും, അത് വേണ്ട. വല്ലപ്പോഴുമൊക്കെ പാടിക്കോ, സ്തോത്രം സ്തോത്രം. പക്ഷെ നീ കാരാഗ്രഹത്തിനകത്ത് പാടണ്ട. മനസ്സിലായവര് സ്തോത്രം ചെയ്താട്ടെ. സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ പാടുന്നേ,
കുഴപ്പമില്ലാതിരിക്കുമ്പോൾ ഒക്കെ പാട്. പക്ഷേ പ്രശ്നം വരുമ്പോൾ നീ പാടണ്ട. നീ ഈ പാട്ട് എന്നും പാടിയാൽ നിന്റെ കാരാഗ്രഹം അല്ലേ, അതിൻ്റെ ചങ്ങലകൾ അഴിയും, വാതിലുകൾ തുറക്കും. വേണ്ട 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 വേണ്ട. അങ്ങനെ ദൈവപ്രവൃത്തി നീ ആരാധനയിൽ കാണണ്ട. നിന്റെ ആരാധന ആരാധിച്ചോ, ചുമ്മാ പാടിക്കോ, കൈയടിച്ചോ, എല്ലാം ചെയ്തു വയ്ക്കോ. പക്ഷേ നിന്റെ ആരാധനയിൽ ഒരു ജയം നീ പ്രാപിക്കരുത്. സ്തോത്രം. അത് പിശാചിന് ഭയങ്കര നിർബന്ധം. നല്ലപോലെയൊക്കെ ആരാധിക്കും, പക്ഷെ പിറ്റേ ആഴ്ച അമ്മാമ്മയെ മൗനമാക്കും. നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് സ്തോത്രം ചെയ്യും, പക്ഷേ അടുത്ത ദിവസം പറ്റാതെ വരും. അതാണ് പിശാച് നമ്മുടെ സ്ഥിരതയ്ക്കെതിരെ പോരാടുന്നു. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ഇല്ല, എന്ത് കൊടുങ്കാറ്റ് വന്നാലും സ്തോത്രം. അതുകൊണ്ടാ രേഖ എഴുതി ഇരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴും എന്നാൽ ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന മാറ്റിവെച്ചേക്കാം. ഏതായാലും രേഖ എഴുതിയില്ലെന്നല്ല, പണ്ട് മുമ്പ് ചെയ്തു വരുന്നത് പോലെ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് കയറിപ്പോയി. ഇന്നലെ രാത്രി സംസാരിച്ച മറ്റൊരു കാര്യം, നീ എന്ത് ചെയ്യുന്നതിനും പിശാചിന് കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞോ, ഓർമ്മയുള്ളൊരു പറ, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യമനുസരിക്കാതിരിക്കവണ്ണം നിങ്ങളെ തടഞ്ഞതാര്? എന്താ അർത്ഥം? ഓടുന്നതിനകത്ത് വിരോധമില്ലെന്നേ, നന്നായി ഓടരുത്. പിടികിട്ടിയോ? നന്നായി ചെയ്യരുതൊന്നും, നന്നായി പാടണ്ടെന്നേ. പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുമൊന്നും വേണ്ട, കുറച്ചൊക്കെ വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാൻ. പിടികിട്ടിയോ? പൂർണ്ണ വിശുദ്ധിയൊന്നും വേണ്ട, ഇത്തിരി പണിയൊക്കെ അവിടെ ഇരിക്കട്ടെ. പിശാചിനറിയ ഇത്തിരി അകത്തിരുന്നാൽ സർവശക്തൻ ഇറങ്ങി വരത്തില്ല. എവിടെങ്കിലുമൊക്കെ ചില കരടുകൾ, എവിടെങ്കിലുമൊക്കെ ചില കുറവുകൾ, എവിടെങ്കിലുമൊക്കെ ചില പരിമിതികൾ, ചില പ്രശ്നങ്ങൾക്കകത്തിട്ട് നിന്നെ വലച്ച് ഒന്നിനകത്തും ഒരു പെർഫെക്ഷൻ ഇല്ലാതെ എല്ലാം നന്നായി ചെയ്യും. പക്ഷേ അവസാന കാലം ഉടയ്ക്കുന്നത് പോലെ ചില തടസ്സങ്ങൾ, ചില ഇംപെർഫെക്ഷൻസ് എന്താ ഒട്ടും വൃത്തിയില്ലാതെ അവസാനം എന്ത് ചെയ്യും? നല്ലപോലെ തുടങ്ങും മോനെ, പക്ഷേ അവസാനം വരുമ്പോൾ എന്ത് ചെയ്യും? എന്തേലുമൊക്കെ കുഴപ്പമാക്കും. ഇത് പിശാചിന്റെ പദ്ധതിയാ. ജയിക്കണം, ജയിക്കണം, ജയിക്കണം. എൻ്റെ ദൈവത്തിന് ഞാൻ യാഗമർപ്പിക്കുമ്പോൾ ഊനമില്ലാത്ത യാഗമർപ്പിക്കണം. അത്തവർക്കെന്ന് സന്തോഷമുണ്ട്. മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ കർത്താവിന് ഞാൻ യാഗം കൊടുത്താൽ ഊനമില്ലാത്ത യാഗം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. കുറഞ്ഞ ഒരു പരിപാടിയും ദൈവത്തിന് ഇഷ്ടമല്ല, മലിനമായ ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല, അപൂർണമായത് ഒന്നും അവിടത്തേക്ക് വേണ്ട. ഇന്ന് പകൽ അവിടുന്ന് വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ ഇന്നിനി എന്തുമായിരിക്കും സംസാരിക്കേണ്ടത്? ഇതാണ് 2 ദിവസം നിങ്ങളോട് പറഞ്ഞത്. ഇനി എന്നെ ശ്രദ്ധിക്കണേ. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവാനുഗ്രഹം പ്രാപിക്കേണ്ടത്, അതിന് ദൈവത്തിൻ്റെ വഴി പഠിച്ചാൽ രണ്ടാമത്തെ പരിപാടി അതിലെന്ത് ചെയ്യുക? എങ്ങനെയും തുടരുക, തടസ്സങ്ങളെ മാറ്റി തുടരണം. അങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും മക്കളെ? അങ്ങനെ തുടർന്നാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും, ബ്രേക്ക് ത്രൂ ഉണ്ടാകും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അതിനെ തുടർന്നാൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിതയ്ക്കുകയാണെങ്കിൽ, കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ വചനം പറയുക ഒരു കൊയ്ത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഒരു കൊയ്ത്തുണ്ടെന്നേ. എത്ര പേര് ആമേൻ പറയാ? ഞാൻ എൻ്റെ കണ്ണുനീരോടെ ചില വിഷയങ്ങൾ ദൈവമുമ്പാകെ വിതച്ചിട്ടുണ്ട്. ഞാൻ വിതച്ചതാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയിൽ തുടർന്നാൽ, കണ്ണുനീരോടെ വിതച്ചാൽ, പരിശുദ്ധാത്മാവ് പറയുക ആമേൻ, നമ്മൾ കൊയ്യും.
നമ്മൾ കൊയ്യും. ഈ 2 ദിവസക്കാലം ദൈവസന്നിധിയിൽ അവൻ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 ദിവസക്കാലം നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കൊയ്യും. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? എന്റെ കർത്താവേ, ഞാൻ വിതച്ചത് ഞാൻ കൊയ്യാൻ പോകുക. 2026 ഏപ്രിൽ മാസം 4-ാം തീയതി ദൈവസന്നിധിയിൽ ആയിരിക്കും ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, ഈ കഴിഞ്ഞ 3 മാസക്കാലം നീ ചിലത് വിതച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ചിലത് വിതച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവ് പറയുകയാ, നിങ്ങൾ കൊയ്യോ. വിതയ്ക്കുന്നതിനകത്ത് പാകപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ കൊയ്യത്തില്ല കേട്ടോ. പക്ഷെ നീ ശരിക്കും വിതച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത്, കരഞ്ഞത്, ദൈവം പാകെ അഭയാതന കഴിച്ചത്, നിലവിളിച്ചത് സ്വർഗത്തിലെ ദൈവം കേട്ടിട്ടുണ്ട്. എത്ര പേര് ഇതിന് ആമേൻ പറയും? സ്തോത്രം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. എന്താ പറയുന്നത്? സ്തോത്രം. നീ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. സ്തോത്രം, സ്തോത്രം. പിശാചിന്റെ പദ്ധതിയാ കേട്ടോ. ഒത്തിരി കരഞ്ഞു, ഒത്തിരി വിതച്ചു, പക്ഷേ കൊയ്യാൻ സമയമായപ്പോഴത്തേക്ക് തളർത്തി കളഞ്ഞു. എത്ര പേരിന്ന് എൻ്റെ കൂടെ ഉണ്ട്? എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? സ്തോത്രം. കൊയ്യാൻ സമയമായപ്പോൾ തളർത്തി കളഞ്ഞു. അല്ലേ? കൊയ്ത്തടുത്ത് വന്നതാ, ഒരു വിടുതലടുത്ത് വന്നതാ, ഒരു നന്മയടുത്ത് വന്നതാ. പക്ഷെ ഇപ്പൊ എന്തു പറ്റി? തളർന്നു പോയെന്നേ. ഇന്ന് പകൽ ആത്മാവ് പറയുക, ഇല്ല, ചാടി എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ വിതച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ വിതച്ചത് കൊയ്യാനുള്ള സമയമായി. ഞാൻ തളരത്തില്ല. എന്റെ കണ്ണുനീരിന് ഒരു മറുപടി ഉണ്ട്. ഞാൻ സ്ഥിരമായി വിതച്ചതാ. എന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ വിതച്ചതിന്, അവന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വിതച്ചതിന്, എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ വിതച്ചതിന് അവനൊരു കൊയ്ത്ത് എനിക്ക് ശേഷിക്കുന്നു. ജീസസ്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഏലിയാവ് തളർന്നുപോയി. എന്നാ വിതയാ വിതച്ചേ? സ്തോത്രം. ഭയങ്കര വിതച്ചു. ദൈവം അതിനൊരു പ്രതിഫലം കൊടുക്കാൻ സമയമായി. എന്തുവാ ദൈവം കൊടുക്കുന്ന പ്രതിഫലം? സ്തോത്രം, സ്തോത്രം. അഗ്നിമയ രഥങ്ങളുമായി വന്ന് തൻ്റെ ദാസനെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം. അതാ ഏലിയാവിനുള്ള വലിയ ബഹുമതിയാ. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം, സ്തോത്രം. പക്ഷേ അവൻ പറയുക, എനിക്കിവിടെ കിടന്ന് ചത്താൽ, ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് ഏലിയാവ് ആലോചിക്കുക. ഇതാ തളർന്നുപോയ അവസ്ഥ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് മാത്രമാണോ? അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമാണോ? നോക്ക്, അവനെ ന്യായം വിധിച്ച വെല്ലുവിളിച്ച ഇസബേലിന് എന്താ വരാൻ പോകുന്നത്? സ്തോത്രം. തനിക്ക് ശേഷം കരുത്തനായ ഒരുവൻ വരുന്നത് അവൻ കാണണ്ടേ? സ്തോത്രം. ഒരു പ്രവാചക ശിഷ്യനെ അഭിഷേകം ചെയ്യണ്ടേ? ഏലീശയെ പുറത്തു കൊണ്ടുവരണ്ടേ? ഇതൊന്നും കൊയ്യാൻ നിൽക്കാതെ ഏലിയാവ് പറയുക, ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവം കണ്ണീരൊഴുക്കി വിതച്ചതിന് കൊയ്യാതെ ഈ അവസാന സമയം അടുക്കുമ്പോൾ ജീവിതത്തിൽ കൊയ്ത്തിന്റെ ദിവസം അടുത്തു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ നിന്നെ ക്ഷീണിപ്പിച്ച്, നിന്നെ ഒതുക്കിക്കളഞ്ഞ് ഇനി എനിക്കൊരു കൊയ്ത്തില്ല, ഇനി എനിക്കൊരു ജയമില്ല, ഇനി എനിക്കൊരു വിടുതലില്ല, എന്റെ തലമുറ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഞാനൊരു പരാജയമാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിരാശയുടെ ആഴത്തിനകത്തേക്ക് നിന്നെ പിടിച്ചിടുവാൻ ശത്രുവായവൻ പരിശ്രമിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചനമായി വിളിച്ചു പറയുന്നു, നീ തളർന്നു പോയാൽ നീ കൊയ്യത്തില്ല കേട്ടോ. നീ തളർന്നു പോയാൽ അവനൊരു കൊയ്ത്ത് നിനക്കൊണ്ടാകത്തില്ല. പക്ഷേ നീ തളരാതെ പിടിച്ചു നിന്നാൽ, തളരാതെ നിന്നാൽ, ഞാൻ സത്യമായി പറയുന്നു, ഒരു കൊയ്ത്ത് നിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കരം തട്ടി അവനിന്ന് നന്ദിയോട് സ്തോത്രം ചെയ്താതെ. സ്തോത്രം. സഭാപ്രസംഗിയോട് ചോദിക്കുക, അദ്ദേഹം പറയും എല്ലാറ്റിനും ഒരു സമയമുണ്ട്, അല്ലേ? 3-ാം അധ്യായം സഭാപ്രസംഗി 3:1 വായിച്ച മോളെ. 3:1.
എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. താപ്പോട്ട് വായിക്കണം, ഒരുപാട് ചിന്തയുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. കരയാനൊരു കാലമുണ്ടെങ്കിൽ സന്തോഷിക്കാനൊരു കാലമുണ്ട്. എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കരഞ്ഞെങ്കിൽ സന്തോഷത്തിനൊരു കാലം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. പക്ഷെ നീ തളർന്നു പോയാൽ നീ കൊയ്യത്തില്ല. തളർന്നു പോയാൽ നീ അത് കാണത്തില്ല. നീ ക്ഷീണിച്ചു പോയാൽ അത് പ്രാപിക്കത്തില്ല. ആത്മാവിൽ നീ ബലപ്പെട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന വചനപ്രകാരം ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ ബലമേറ്റെടുത്ത് ഒന്ന് മുന്നോട്ട് നിൽക്കാമെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു കൊയ്ത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ. ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്താട്ടെ. ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. വിത്ത് വിതച്ച കർഷകനൊരു പ്രതീക്ഷയുണ്ട്. അവൻ അതിനെ ക്ഷമയോടെ കാത്തിരിക്കുകയാ. യാക്കോബ് 5:7 വേഗം വെച്ച മോളെ. യാക്കോബ് 5:7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചോ? കൃഷിക്കാരനെ സ്തോത്രം ഇങ്ങനെ ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്തിനു വേണ്ടിയാ? വിലയേറിയ ഫലം, അതിന് മുൻമഴ കിട്ടാൻ, പിന്മഴ കിട്ടാൻ അവൻ നോക്കിയിരിക്കുകയാ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിലയേറിയ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. വിലയേറിയ ചില വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? വിലയേറിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? മുൻമഴ കിട്ടുക. ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ ഫലത്തിനായി, നിന്റെ അനുഗ്രഹത്തിനായി മുൻമഴ പെയ്യിക്കുമെന്ന്. ദൈവം നിന്റെ വിടുതലിനായി ഒരു പിന്മഴ അയക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തില് നിന്റെ ഫലം പുറത്തു വരത്താൻ തക്കവണ്ണം ആത്മാവിന്റെ മഴ പെയ്യിപ്പിക്കുവാൻ, നിന്റെ നന്മ വെളിയിൽ വരത്തക്കവണ്ണം, നിന്റെ അനുഗ്രഹം വെളിയിൽ വരത്തക്കവണ്ണം ഒരു ആത്മാവിന്റെ മഴ പെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാവിലെ എത്ര പേര് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യോ? യേശു കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ അനുഭവങ്ങൾ, വിലയേറിയ നന്മയുടെ അനുഭവങ്ങൾ വെളിപ്പെടുന്നതിനാൽ ദൈവം ഒരു മഴ പെയ്യിക്കുക, ദൈവം ഒരു പിന്മഴ പെയ്യിക്കുക, ദൈവം ഒരു മുൻമഴ പെയ്യിക്കും. ജീസസ്. പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്താൽ ചില വിലയേറിയ ഫലം പുറത്തു വരും. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, ഈ സഭയ്ക്കകത്തെ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ഒരാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ, ഞാനത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. കർത്താവേ, ഉണങ്ങി വരണ്ട ഈ ഊശ്വര മരുഭൂമി പോലെ കിടക്കുന്നിടത്ത് ഒരു മഴ പെയ്യട്ടെ. കർത്താവേ, ഒരാത്മാവിന്റെ മഴ പെയ്യട്ടെ, ഒരാത്മാവിന്റെ മഴ പെയ്യട്ടെ. വിലയേറിയ ചില ഫലം പുറത്തു വരത്തക്കവണ്ണം, ചില ആത്മവിടുതൽ പുറത്തു വരത്തക്കവണ്ണം, ചില ദൈവപ്രവൃത്തി പുറത്തു വരത്തക്കവണ്ണം ഒരു മഴ പെയ്യട്ടെ. നിന്നിൽ ഫലം തരാതെ സ്വന്തം മരുഭൂമി പോലെ കനപ്പെട്ട്, മരുഭൂമി പോലെ അല്ലേ ഉടയാത്ത സ്ഥലം പോലെ കിടക്കുന്ന അവസ്ഥയ്ക്ക് ആ കട്ടകൾ ഉടയ്ക്കത്തക്കവണ്ണം അതിനകത്തൊരു നനവ്, അതിനകത്തൊരു പുഷ്ടി വരത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ മഴ ഒന്ന് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ജീസസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർഷകൻ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? കാത്തിരിക്കണം, ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. കർഷകനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം, അവൻ എപ്പോഴും ആ കൃഷി ആയിട്ടുള്ള കണക്ഷനാ അല്ലേ? സ്തോത്രം. എന്നും വന്ന് നോക്കൂ. അതാ സ്തോത്രം. എപ്പോഴാണ് എൻ്റെ വിടുതൽ വരുന്നത്? ഓരോ ആരാധനയിലും സ്ഥിരമായി ദൈവത്തെ സേവിച്ച് ദൈവത്തെ കാത്തിരിക്കുന്നവൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, എന്നാ എൻ്റെ വിടുതൽ? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത് എപ്പോഴാ? എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം വിടുവിക്കുന്നത്? എപ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി ഞാൻ കാണുന്നത്? അവൻ കാത്തിരിക്കുകയാ. കാത്തിരിക്കുന്നവനെ നിരാശപ്പെടുത്തുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ആമേൻ, സ്തോത്രം. അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. യോസഫിൻ്റെ കഥ എപ്പോഴും പറയാറുള്ളതാ.
പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചയായിരുന്നു, ഒത്തിരി പ്രതിസന്ധിയായിരുന്നു. പൊട്ടക്കിണറ്റിനകത്തായി പോയി. സഹോദരന്മാർ അവനെ ഉപദ്രവിച്ചു. പ്രൈസ് ദി ലോർഡ്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അവൻ അകപ്പെട്ടു. കുണ്ടറയിൽ ജയിലിനകത്ത് അവൻ കിടന്നു. സ്തോത്രം. അപ്പോഴൊക്കെ എല്ലാവരും അവനെ എഴുതി തള്ളിയിരിക്കാം, എല്ലാവരും അവനെ ഉപേക്ഷിച്ചിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം സമയം വന്നപ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം, യോസഫേ, കുണ്ട്രയിൽ നിന്ന് നിന്നെ കയറ്റാൻ ദൈവത്തിനൊരു സമയമുണ്ട്, നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആമൻ ഇന്ന് പകൽ സ്ഥിരതയോടെ ഞാൻ നിങ്ങൾ അറിയണം, കുണ്ട്രയെ കടന്നപ്പോഴും ആമൻ സ്തോത്രം ജീവിതത്തിൽ പൊട്ടക്കിണറ്റിൽ കടന്നപ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യഹോവ കൂടെ ഉണ്ടായിരുന്നു. അവൻ ദൈവബന്ധം വിച്ഛേദിച്ചില്ല, അവൻ പ്രാർത്ഥന നിർത്തിയില്ല. ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടൊരു കാര്യം പറയാം. യോസഫിൻ്റെ ആത്മജീവിതത്തിൻ്റെ ഗ്രാഫ് വളർന്നു. നമ്മളാണെങ്കിൽ താഴുക, അതുകൊണ്ടാണ് ഈ ക്ഷീണിച്ചു പോകുന്നത്. സ്തോത്രം. ആദ്യം അവനൊരു കൃപ ഉള്ളായിരുന്നു. എന്തായിരുന്നു കൃപ? അവന് സ്വപ്നം കാണുന്ന പരിപാടിയേ ഉള്ളായിരുന്നു. ഇല്ല വെച്ചാ, സ്വപ്നം കാണത്തേ ഉള്ളായിരുന്നു വെച്ചാ. അതുകൊണ്ടായി സ്വപ്നം കണ്ടപ്പോൾ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വീണ് നമസ്കരിക്കുന്നു. കറ്റ കൊയ്യുമ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ബാക്കി എന്താ? 11 കറ്റകൾ അവൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. ഓ, അർത്ഥം മാത്രം പാവത്തിന് അറിയില്ല. എന്തോ സ്വപ്നം ഓടിച്ചെന്ന് അല്ലേ അപ്പനോട് പറഞ്ഞു, സഹോദരങ്ങളോട് പറഞ്ഞു, അർത്ഥം അറിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ സ്തോത്രം, കാരാഗ്രഹത്തിനകത്ത് വെച്ച് സ്വർഗത്തിലെ ദൈവം അവന് മറ്റൊരു കൃപ കൊടുത്തു. എന്താ കൃപ? കാണുന്ന സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കൃപ. സ്തോത്രം, സ്തോത്രം. കൃപാവരത്തിന് വളർച്ച ഉണ്ടായോ? ആത്മമണ്ഡലത്തിന് വളർച്ച ഉണ്ടായോ? എന്താ അമ്മമ്മേ ചില കാരാഗ്രഹങ്ങൾ വരുമ്പോൾ അമ്മമ്മ ക്ഷീണിക്കുന്നത്? അമ്മമ്മയുടെ ആത്മീയം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാ? സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോ ആത്മമണ്ഡലം താഴുന്നത് എന്തുകൊണ്ടാ? രോഗം വന്നപ്പോ എന്താ ഇങ്ങനെ തളർന്നു പോയത്? അങ്ങോട്ട് നോക്ക്. സ്തോത്രം. ഏത് കാരാഗ്രഹത്തിനകത്ത് കടന്നപ്പോഴും ഇതാ യോസഫ് അവൻ്റെ ആത്മമണ്ഡലത്തെ കാത്തു സൂക്ഷിച്ചു. അത് വളർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ രാജ്യത്ത് രണ്ടാമനായി മാറി. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ദൂത് പറയുമ്പോൾ വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ട്. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയിൽ തുടർന്നാൽ ഒരു അനുഗ്രഹമുണ്ട്. അഭിഷേകം നിലനിർത്തിയാൽ ഒരു കൃപയുണ്ട്. സ്തോത്ര, 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 സ്തോത്ര. ആരാധനയിൽ തുടർന്നാൽ ഒരു ദൈവപ്രവൃത്തി നീ കാണും കേട്ടോ. അന്യഭാഷയിൽ ആരാധിക്കുന്ന ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഇല്ല മാമേ, ഇല്ല. ഇന്ന് ഞാൻ പണ്ടത്തെക്കാൾ ശക്തിയോടെ അഭിഷേകത്തിൽ ആരാധിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാ, ദൈവം നിനക്ക് വേണ്ടി ചില വിടുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. പണ്ടത്തെ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. തമ്പുരാൻ പറയും, പണ്ടത്തെ അവിടെ കഴിഞ്ഞോ, പണ്ടത്തെ കഥയ്ക്കൊന്നും ഇവിടെ മാർക്കില്ല. ഇപ്പൊ പിടിച്ച വല്ലതും ഉണ്ടോന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്വീ. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, പണ്ട് ഇങ്ങനെ ആയിരുന്നു. നോ, ഇപ്പൊ എങ്ങനാ? അതാ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, കാത്തിരുന്നാൽ ഒരു വിടുതലുണ്ട്. ദൈവകൃപയിൽ തുടർന്നാൽ ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. ഈ കാത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. സ്തോത്രം. ഡിലേ, താമസം വരും. താമസം വരിക എന്ന് പറഞ്ഞാൽ ഡിലേ ചെയ്തു എന്നല്ല, നമ്മളെ ദൈവം എന്താണ് നിരസിച്ചു കളഞ്ഞു എന്നല്ല. പകരം ദൈവം ആ സമയത്ത് ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുക. അത്ര വിരാമം പറയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിസ്സ്ഥിരതയോടെ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയത്തിന് മറുപടിയില്ല. നീ കണ്ണുനീരോടെ വിതച്ചിട്ട് കൊയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും കൊയ്യാൻ തയ്യാറായി നിന്നിട്ടും ഇല്ല കർത്താവേ, കൊയ്യാൻ പറ്റുന്നില്ല. ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാണോ? ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണോ? ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ മറന്നു കളഞ്ഞതാണോ? വചനം പറയുന്നു, അല്ല, അല്ല, ഞാൻ നിനക്ക് വേണ്ടി ചിലത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ വൈകിയതുപോലെ തോന്നും,
പല ആളുകൾക്കും എൻ്റെ കാര്യം വൈകിയെന്ന് തോന്നുന്നവരാ. എൻ്റെ കാര്യത്തിൽ ദൈവം ഒത്തിരി ലേറ്റായി എന്ന് ചിന്തിക്കുന്നവരാ. എന്താ ഹബക്കുക്കിന് നമ്മളോട് പറയാനുള്ളത്? 2:3. എന്താ പറയുന്നത്? ഹബക്കുക്ക് 2:3 കണ്ടോ? ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. എന്തോ ചെയ്യുക? അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനൊരു പൂർത്തീകരണം ഉണ്ടാകണം. അതിന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അടുത്തത്, നിങ്ങൾ അറിഞ്ഞോ? ആത്മാവ് പറയുന്നു സമയം തെറ്റത്തില്ല. ദർശനം നിവർത്തീകരിക്കാൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമയം ഒരു കാലത്തും തെറ്റില്ല. അതാ ദൈവത്തിനൊരു സമയം ഉണ്ട്. അടുത്തത്, അതെന്തോ അങ്ങനെ എഴുതിയേക്കുന്നേ? സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റത്തില്ല, വൈകിയാലും. എൻ്റെ കൂടെ ഉണ്ടോ? ഈ വൈകിയാൽ എന്ന് പറഞ്ഞത് ദൈവത്തെ സംബന്ധിച്ചല്ല. ദൈവത്തിനൊന്നും വൈകുന്ന പരിപാടിയില്ല അവിടുത്തെ സമയത്താ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലത് വൈകിയതായിട്ട് തോന്നും. ആമേൻ. നമുക്ക് ചിലപ്പോ അത് വൈകിയതായിട്ട് തോന്നും. സ്തോത്രം. ലാസർ ദീനമായി കിടന്നപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാര്യം മനസ്സിലായല്ലോ. ആളയച്ചതാ അല്ലേ വെച്ചാ? യേശുവിൻ്റെ അടുത്ത് ആളയച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. സ്തോത്രം. പക്ഷേ യേശു വന്നില്ല. ആളുകൾ ചോദിച്ചു, പോന്നില്ലേ? അവിടെ പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. പോയില്ല, മരിച്ചു. അന്നും വന്നില്ല. 4-ാം ദിവസം അവിടുന്ന് പോയി. മാർത്ത പറയുന്നുണ്ട്, നീ നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ. അതിൻ്റെ അർത്ഥം യേശു വളരെ ലേറ്റായെന്നാണ് മാർത്ത പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞു, യേശു ലേറ്റായതാണോ? അല്ല, മാർത്തയ്ക്ക് തോന്നി യേശു ലേറ്റായി. നിന്റെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ലേറ്റായെന്ന് ചിന്തിക്കുന്നവരാണ് പല ആളുകളും. കർത്താവിന് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നു. എന്തിനാ കർത്താവ് ഇങ്ങനെ താമസിക്കുന്നത്? എന്തിനാ ഇങ്ങനെ താമസിക്കുന്നത്? എൻ്റെ കാര്യത്തിൽ എന്തിനാ ഇത്ര താമസം? കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വഷളാകത്തില്ലായിരുന്നല്ലോ. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ രോഗം ഇത്രയും മൂർച്ഛിക്കില്ലായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ കടഭാരം ഇത്രയും കൂടില്ലായിരുന്നു. നീ വളരെ ലേറ്റായി പോയി, നീ വളരെ താമസിച്ചു പോയി. പക്ഷേ യേശു താമസിച്ചതാണോ വച്ചാ? അല്ല. കർത്താവ് അവിടെ വന്നു, ലാസറിനെ 4-ാം ദിവസം പുറത്തു കൊണ്ടുവന്നു. എന്താ അതിലൂടെ കർത്താവ് പറഞ്ഞൊരു കാര്യം? സ്തോത്രം. കർത്താവ് ആഗ്രഹിച്ച ഒറ്റ കാര്യം, സകല മനുഷ്യനും മനസ്സിലാക്കണം, മരണത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ കഴിവുള്ള ഒരുത്തവൻ യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രോഗം സൗഖ്യമാക്കുന്നതിനപ്പുറമായി അല്ലേ, ഒടുവിലത്തെ ശത്രുവല്ലേ മരണം. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ വരെ ഞാൻ ശക്തനെന്ന് ദേശം മുഴുവൻ സാക്ഷ്യം വരണം. എത്ര പേര് ഇതിന് ആമേൻ പറയും? ഇന്ന് പകൽക്കാലം ദൈവം താമസിച്ചതല്ല, അവൻ്റെ മഹത്വം വെളിപ്പെടുത്താനാ. ദൈവപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിലൊക്കെ ദൈവം താമസിച്ചതായി നിനക്ക് തോന്നിയെങ്കിൽ, നിന്റെ കണ്ണുനീരിന് മറുപടിയായിട്ട് താമസിച്ചെന്ന് തോന്നുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഓർത്തോ, അത് ദൈവപുത്രന്റെ മഹത്വത്തിന് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം അത് എത്ര പേര് വിശ്വസിച്ചാമേൻ പറയും? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഈ ഈ തടസ്സങ്ങൾ അവൻ അങ്ങയുടെ നാമം മഹത്വത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. Praise the Lord.
ശിഷ്യന്മാരെ പടക് കയറ്റി അക്കരെ വിട്ടപ്പോൾ ഇതേ സംഭവമാ അല്ലേ? പടക് കയറിയ പോകാൻ പറഞ്ഞു, നിർബന്ധിച്ചു വിട്ടതാ അല്ലേ ചാ? കാറ്റടിച്ചു. 1-ാം യാമമായി, 2-ാം യാമമായി, 3-ാം യാമമായി. ശിഷ്യന്മാര് പടകിൽ അല്ലേ തണ്ടു വലിച്ച് വലഞ്ഞു. അവരുടെ ജീവിതത്തിലും മരണത്തിനും ഇടയിലായി. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മരണഭയം വല്ലാതെ ഗ്രസിച്ചു. സ്തോത്രം. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് കർത്താവേ 1-ാം യാമത്തിൽ വരാഞ്ഞത്? 2-ാം യാമത്തിൽ ഇങ്ങ് വന്നാൽ പോരായിരുന്നോ? 3-ാം യാമത്തിൽ വന്നാൽ പോരായിരുന്നോ? ഇല്ല. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽ മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഇത് വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ അവന് മാത്രമേ കഴിയൂ. കാരണം അതിൻ്റെ മഹത്വം മുഴുവനും അവിടത്തേക്ക് വേണം. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചില പ്രശ്നങ്ങളൊക്കെ ആമേൻ അതിൻ്റെ അങ്ങേയറ്റത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞ് ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില മണ്ഡലത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമത്രേ. ഒരു മനുഷ്യനും ഒരു ഡോക്ടേഴ്സിനും ഒരു വ്യക്തിക്ക് സഹായിക്കാൻ പറ്റാത്തിടത്ത് ഈ ദൈവം ഇറങ്ങി വരുമെന്ന്, ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്, ഈ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് ആമേൻ സാക്ഷ്യം പ്രസ്താവിക്കാനാണ് ആമേൻ അവൻ താമസിക്കുന്നത്. നിന്നെ നിരസിച്ചതല്ല. ഇത് വേദപുസ്തകത്തിന്റെ ഒരു വലിയ സത്യമാണ്. പക്ഷെ ഇത് അംഗീകരിക്കാനും ഇതനുസരിച്ച് സ്തോത്രം പറയാനുമുള്ള ക്ഷമ, സഹനം, അതിനുള്ള വിശ്വാസം പലപ്പോഴും വിശ്വാസ സമൂഹത്തിനില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ 4-ാം യാമം വരെ പോകണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ നാറ്റം വെക്കണ്ട, അതിന് മുന്നമേ വന്ന് ഞങ്ങളെ രക്ഷിക്കണം, അതിന് മുന്നമേ വന്ന് ഞങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. അവൻ നിന്റെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി. ചിലരെ നോക്കി ആത്മാവ് പറയുക, നീ അനുഭവിക്കുന്ന, നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ചില അതിന് ചില പകരം കണ്ടിട്ടുണ്ട്, ഞാൻ അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട്. എന്റെ മുമ്പിൽ ചില പദ്ധതികളുണ്ട്, അത് നിനക്കറിയില്ല, നിനക്കത് മറഞ്ഞിരിക്കുകയാ. ആത്മാവ് പറയുക, നീ എന്ത് വന്നാല് തള്ളിക്കളയാതെ, അവൻ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതെ നീ ധൈര്യത്തോടെ നിന്നാൽ, എല്ലാവരും കൈവിട്ടാല്, എല്ലാവരും ഉപേക്ഷിച്ചാലും, എല്ലാ വാതിലും അടഞ്ഞാല്, എല്ലാ പ്രതികൂലമായാല്, ആരും എന്നെ സഹായിക്കാനില്ലെങ്കിലും എല്ലാം തീർന്നെന്ന് പറഞ്ഞാല് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ, ഈ ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറാത്ത ദൈവമാണ്. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ജീസസ്. ഇന്ന് പകൽക്കാലം സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കും പോകുന്നെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. വിശ്വാസത്തിൽ ആമേൻ പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി സ്വർഗം തുറക്കും. മടുത്തു പോകാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവാ പാസ്റ്ററെ. പ്രാർത്ഥനയിലെ മടുപ്പ് ഞാൻ എടുത്ത് കളയാൻ പോവാ. നിശ്ചയമായും അനീതിയുള്ള ന്യായാധിപൻ അല്ലേ? അയാൾ ആരായിരുന്നെന്നാ പറഞ്ഞേ? പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരുത്തൻ. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് വരെ ഈ സഹോദരി എന്ത് ചെയ്തു? ആമേൻ. പ്രതിക്രിയ നേടി രക്ഷപ്പെട്ടെങ്കിൽ ദൈവം പറയുക, ദൈവമോ തന്നോട് രാപ്പുകൾ നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവനവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക. ഇന്ന് പകൽക്കാലം നീതിയുള്ള ഒരു ന്യായാധിപൻ ഉയരത്തിലുണ്ട്. നിന്റെ ആമേൻ പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പൊക്കെ ഒന്ന് മാറ്റിവെച്ചേച്ച്, നിരാശയൊക്കെ ഒന്ന് മാറ്റിവെച്ചേച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ഈ ദിവസങ്ങളിൽ ആമേൻ നീതിയുള്ള ന്യായാധിപൻ നിന്റെ വിഷയത്തിൽ ഇടപെട്ട് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അത്ഭുതങ്ങളെ ചെയ്യുക. എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നല്ലേ? ആമേൻ. മുട്ടുവീൻ തുറക്കുമെന്നല്ലേ? അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നല്ലേ? ഇന്ന് പകൽക്കാലം എത്ര പേർ ആമേൻ അടുത്തു ചെല്ലാൻ താല്പര്യപ്പെടും? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാ, മടുപ്പുകൾ മാറട്ടെ. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴി അറിഞ്ഞവൻ, രക്ഷപ്പെടാനുള്ള മാർഗം അറിഞ്ഞവൻ മിണ്ടായിരിക്കത്തില്ല. മിണ്ടായിരിക്കുവോ? ഇപ്പോഴും ഞാൻ പറയാനുള്ള ഉദാഹരണമാ. കുരുടനായ ഭൃത്യമായി നോക്കിയേ, യേശു വരുന്നത് അവൻ കേട്ടു. കണ്ണ് കാണാൻ വയ്യ, ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. അവനൊരു കാര്യം അറിയാം, യേശു സൗഖ്യമാക്കുന്നവനാണ്.
ദാവീദ് പുത്രൻ കരുണ കാണിക്കുന്നവനാണ്, അവിടത്തേക്ക് ഇത് കഴിയും. ആരോ പറഞ്ഞു, ദേ ദാവീദ് പുത്രനായ യേശു പോകുന്നു. പ്രൈസ് ലോർഡ്. ഭർത്യമായി പിന്നെ മിണ്ടാതിരുന്നില്ല. അവൻ ഉറക്ക നിലവിളിച്ചു, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. പലരും ശാസിച്ചു. മിണ്ടാതിരിക്കാൻ പറഞ്ഞാ മിണ്ടാതിരിക്കുമോ അവൻ? സ്തോത്രം. അവനറിയാം ഇതെൻ്റെ അവസാന പ്രതീക്ഷയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. പലതും വിട്ടേച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. പലതും കണ്ടേച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ഇതിന് മുകളിൽ ഇതിനപ്പുറത്ത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ല. ഇവിടെയാ നിന്റെ പ്രതീക്ഷയുടെ കേന്ദ്രം. ഇവിടെ നിന്നെ തള്ളിയാ പിന്നെ നീ എങ്ങ് പോയിട്ട് ഒരു രക്ഷയില്ല. സ്തോത്രം. അല്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോകാം. ഇവിടെ നോ പറഞ്ഞ ഒന്നിനും പുറത്തെങ്ങും കിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. വേറെ എല്ലായിടത്തും ഇല്ലെന്ന് പറഞ്ഞതും ഇവിടെ തുറക്കും. ആമേൻ. ഇവിടെ സകലത്തിനും മറുപടിയുണ്ട്, സകലത്തിനും വിടുതലുണ്ട്. എന്താ ഞാൻ ഈ 3 ദിവസം കഷ്ടപ്പെട്ട് തൊണ്ട പൊട്ടി പറഞ്ഞത്? ക്രമമനുസരിച്ച് ചെയ്യാഞ്ഞത് കൊണ്ടാണ് നടക്കാഞ്ഞത്. മെസ്സേജ് മറന്നു പോരുത്. നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. പാസ്റ്റർ, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വസ്ത്രം കീറിയാൽ ദൈവം ക്ഷമിക്കുകയല്ല, ദൈവം അനുദപിക്കത്തില്ല, ദൈവം മറുപടി തരില്ല. വസ്ത്രം കീറുന്ന വിഷയമല്ല ഇവിടെ, ഹൃദയം കീറുന്നതാ. എന്നാ കാണിച്ചാലും അതൊക്കെ കണ്ട് നാട്ടുകാർ ചിലപ്പോൾ പറയോ പാവം. പക്ഷെ തമ്പുരാൻ നോക്കുന്നത് ഹൃദയമാണ്. പശ്ചാത്തലം അകത്തു വരണം. സ്തോത്രം, സ്തോത്രം. കണുനിരുവെളിയിൽ വരണം. ദൈവത്തിന്റെ ഹിതപ്രകാരം ആദ്യ ദിവസം പറഞ്ഞതുപോലെ നീ കരയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ആരാധിക്കാൻ തുടങ്ങിയാൽ, ഉപവസിക്കാൻ തുടങ്ങിയാൽ, ആത്മാവിൽ നിന്നാൽ എന്തെങ്കിലും കരട് വെച്ചോണ്ട് നടക്കത്തില്ല. പിടികിട്ടിയോ? അങ്ങനാണെങ്കിൽ നീ അതിൽ തുടർന്നാൽ നിനക്കൊരു വിടുതൽ ഉറപ്പാ. സ്തോത്രം, സ്തോത്രം. ഏത് വാതിലും തുറക്കും വച്ചാ, ഏത് വാതിലും തുറക്കും. സ്തോത്രം. 7 പ്രാവശ്യം പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യവും ഗേഹസ്യെ പറഞ്ഞുവിടും, പോയി നോക്ക്. അവൻ വന്നു പറയും, ഒന്നും കാണുന്നില്ല. നിരാശപ്പെട്ടോ വച്ചാ? ഇല്ല. ഓരോ പ്രാവശ്യവും വിടും. 7-ാം പ്രാവശ്യം വന്ന് പറഞ്ഞു, കൈപ്പത്തിയോളമുള്ളൊരു മേഘമുണ്ട്. ഇതാ ഇതാ. ഇന്ന് ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയും, ഒരു 7 ദിവസമെങ്കിലും ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ചലഞ്ച് ചെയ്യുക. 7 ദിവസമെങ്കിലും കൃത്യസമയത്ത് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുമോ? കൃത്യസമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമോ? കൃത്യസമയത്ത് പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? കൃത്യസമയത്ത് ആമേ ദൈവം മുമ്പാകെ നിലവിളിച്ചു പ്രാർത്ഥിക്കുമോ? സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനിൽ വരാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ പാസ്റ്റേ, പക്ഷേ ഉപവസിക്കാൻ അല്ലേ വെച്ചാ? പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് സമയം നോക്കും, അല്ലയോ? പ്രാർത്ഥിക്കാം, പക്ഷേ കരയാനൊന്നും വയ്യ, കരച്ചിൽ വരണ്ടേ. ഇതാ ഞാൻ പറഞ്ഞത്, അതിനാണ് വ്യത്യാസം. ആ ക്രമത്തിലേക്ക് വരണമെന്നേ. ക്രമത്തിലേക്ക് വന്നാൽ അത്ഭുതമാ. സ്തോത്രം. വലിയ അത്ഭുതമാ, വലിയ വിടുതലാ, വലിയ ദൈവപ്രവൃത്തിയാ. ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ഈ ക്രമമൊന്ന് മാറ്റണം. അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കും. എൻ്റെ കർത്താവ്, സ്തോത്രം, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ
നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. കൂടുതൽ പ്രാർത്ഥിക്കണം മക്കളെ. സ്തോത്രം. കൂടുതൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് പറയുക, കൂടുതൽ പ്രാർത്ഥിക്കണം. ആരെയും കാണിക്കാനല്ല, ആരും കാണാനല്ല. നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ തുടക്കം വരും. ഈ വിടുതൽ എപ്പോഴും ഭയങ്കരമായിട്ടല്ല. ആണോച്ചാ? അല്ല, ചെറിയൊരു തുടക്കമാണ് അവിടെ വന്നത്. എന്താ? ചെറിയൊരു കൈപ്പത്തിയോളം ഒരു മേഘം. അത് നിനക്ക് വിശ്വാസം കൂട്ടാനാ. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, മതി. കൈപ്പത്തിയോളം മേഘം വന്നോ, എനിക്കത് മതി. സ്വർഗത്തിലെ ദൈവം ഇനി വലിയ മഴ പെയ്യിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചില അടയാളങ്ങൾ ദൈവം തരും. സ്ഥിരമായിട്ടൊന്ന് ചെന്നാൽ ചില അടയാളങ്ങൾ നിന്റെ കണ്ണിന് മുന്നിൽ വെളിപ്പെടും. ആളുകൾക്ക് അതൊരു വലിയ കാര്യമായിരിക്കത്തില്ല, പക്ഷെ നിനക്ക് അതൊരു വലിയ അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചെറിയ തുടക്കങ്ങളെ നിരസിക്കല്ല കേട്ടോ. ചെറിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തുടങ്ങുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ചെറിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തുടങ്ങുക. നീ ഓർത്തോണം, ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോകുകയാ. ഈ ചെറിയ കാര്യങ്ങളൊക്കെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്തെ ചില ചെറിയ സ്റ്റെപ്പുകൾ വെക്കാൻ തുടങ്ങുകയാ. വിശ്വാസത്തിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങുക. അതൊരു വലിയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും. ദൈവം എന്റെ ചെറിയ കാര്യങ്ങള് ഈ ദിവസങ്ങളില് വൻ കാര്യങ്ങളാക്കി മാറ്റാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ബാലകന്റെ കയ്യില് 5 അപ്പവും 2 മീനും ചെറിയ കാര്യമല്ലേ? പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാതെ മതി, 5000 പുരുഷന്മാർക്ക് തിന്നാനുള്ള ഭക്ഷണമായി ഞാൻ ഇതിനെ വർദ്ധിപ്പിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ചെറിയ ചില വിടുതലുകള്, ചെറിയ ബ്രേക്ക് ത്രൂ, ചെറിയ അനുഭവങ്ങളിലൂടെ നിന്റെ വിശ്വാസതയും വളർത്താൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? തുടർച്ചയായി പ്രാർത്ഥിക്കുന്ന, തുടർച്ചയായി ഉപവസിക്കുന്ന, തുടർച്ചയായി ആരാധിക്കുന്ന ജീവിതത്തില് ചെറിയ ചില തുടക്കങ്ങൾ ഈ ദിവസങ്ങളിൽ അത് ചെയ്യും ദൈവം, ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വരെ കാണാത്ത ചില ചെറിയ തുടക്കങ്ങൾ തുടങ്ങും. അത് കണ്ടാൽ ഓർത്തോണം, ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. ഇതിന് പിന്നിൽ ചില വൻ പ്രവൃത്തി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് കരയണേ, അതിനുവേണ്ടി ഒന്ന് കരയണമേ. ദൈവം നമ്മുടെ നടുവിൽ അത് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചെറിയ പ്രവൃത്തി ചെയ്ത് തുടങ്ങും. ദൈവം ചെയ്യുന്ന പ്രവൃത്തി ചെറുതല്ല, ചെറിയ ആരംഭങ്ങളിലൂടെ നടക്കുന്നത്. അത് വലിയ പ്രവൃത്തിയുടെ എന്താണ്? മുന്നോടിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെറിയ വഴികളൊക്കെ ഓപ്പൺ ആവും. എന്നാൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ചെറിയ തുടക്കം എന്ന് പറയും. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് സ്ഥിരമായി സ്തോത്രം ചെയ്ത് ഇങ്ങനെ സ്ഥിരമായി ദൈവത്തിൻ്റെ വഴിയിൽ നടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് ചെറിയതാ, വലിയ കാര്യമല്ല, അതിനൊക്കെ ചില വിടുതലായിരിക്കും. അങ്ങനെയാ. എന്തിനാ? ഇതിൻ്റെ വിശ്വാസം ഒന്ന് വളർത്താനാ. ഒരാമേൻ പറഞ്ഞാട്ട്. സ്തോത്രം, സ്തോത്രം. ഓർത്തോണം, ദൈവം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദൈവം പ്രവർത്തിച്ച് തുടങ്ങി. നീ ഇനി വിടരുത്, നീ ഇനി എഴുന്നേറ്റ് പോകരുത്, നീ നിർത്തരുത്, പഴയ പോലെ ഉഴപ്പരുത്, പഴയ പോലെ എങ്ങനെയെങ്കിലും ആരാധിക്കുന്ന പണി നിർത്തണം. യെസ്, ഞാൻ ഇന്ന് വൈകിട്ട് ആരാധിച്ചപ്പോ, ആത്മശക്തിയിൽ ആരാധിച്ചപ്പോ എൻ്റെ വായിൽ ദൈവമില്ല പുതുഭാഷകൾ തന്നു. അയ്യോ, അതൊരു തുടക്കമാകട്ടോ, അതൊരു തുടക്കമാ. കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകത്തിലേക്ക് നിന്നെ നയിക്കാൻ ദൈവം ഒരു തുടക്കം വെക്കുന്നതാ ഇന്ന് പകൽക്കാലം. അതുപോലെ ചെറിയ തുടക്കത്തിലൂടെ നിന്റെ ആത്മജീവിതത്തിന് വലിയ ഒഴുക്ക് വരുത്താൻ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിച്ച് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുക. യെസ്, ഞാൻ വിശ്വസിക്കുകയാ. എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ആമേൻ, സ്വന്തം കൈപ്പത്തിയോളമുള്ള ഒരു മേഘം വെളിപ്പെടുന്നത് പോലെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആമേൻ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് ആമേൻ പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുകയാ. എല്ലാവരും ആ കണ്ണുകളെ അടച്ച് അല്പനിമിഷം ഈ വചനത്തെ ഒന്ന് ധ്യാനിച്ചാട്ടെ. നിന്റെ സ്ഥിരതയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുക. നീ ക്ഷീണിക്കാതിരുന്ന തക്ക സമയത്ത് കൊയ്യാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ അയക്കാൻ പോകുക.
ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ആമേ, ദൈവത്തിലെ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക, ആരാധനയിൽ മുന്നേറുക, വിട്ടുകൊടുക്കരുത്, ക്ഷീണിച്ചു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നീ കൊയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.